ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് ഈ ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. വളരെ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു വലിയ വഴുതനങ്ങ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് ചെറിയുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, കറിവേപ്പില, ഉണക്കമുളക്, ഒരു ചെറിയ കഷ്ണം വാളംപുളി ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി ചമ്മന്തി ഉണ്ടാക്കുന്നതിന് ആദ്യം തന്നെ ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് വഴുതനങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ വഴുതനങ്ങ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ട്രിപ്പായിട്ട് ഞാനത് വറുത്തെടുക്കാം. ആദ്യത്തെ ട്രിപ്പ് വറുത്തെടുത്തിട്ടുണ്ട്, ഇനി ബാക്കി കൂടി വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചട്ടി ഉണ്ടാക്കാനായിട്ട് വഴുതനങ്ങ നമുക്ക് ചുട്ട് കൂടി എടുത്തിട്ട് വഴുതനങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും. ഇത് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കൂടെ ഉണക്കമുളകും കറിവേപ്പിലയും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ചെറിയ ഉള്ളിയും കൂടി വറുത്തെടുക്കുകയാണ്. അതിലേക്ക് ഞാൻ പുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒരുപാടങ്ങ് മൂക്കിയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മാത്രം മതി. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ അത് ഞാനിതെല്ലാം വാട്ടിയതിന് ശേഷം കോരിയെടുക്കുകയാണ്. ഇനി ഞാൻ ചൂട് മാറിയതിന് ശേഷം ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ചതച്ചെടുക്കുകയാണ്. പിന്നെ ഞാനൊരു ഇടിക്കുന്ന കല്ലിലേക്ക് വഴുതനങ്ങ വറുത്തതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചതച്ച് എടുക്കാം. അപ്പോൾ ഞാൻ വഴുതനങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയുള്ളിയും പുളിയും കൂടി ചതച്ചെടുക്കാം. അപ്പോൾ അത് 2 ചതച്ചെടുത്തതിന് ശേഷം ഇനി ഇതെല്ലാം കൂടി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വറുത്ത പൊടിച്ച മുളകും കറിവേപ്പിലയും പിന്നെ ഉള്ളി ചതച്ചതും വഴുതനങ്ങ ഇതെല്ലാം കൂടി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ ഒരു സ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഞെവിടിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.